ബിയാന്റെ ഉമ്മയിൽ നിന്നും കിനാൻ വീട്ടിലെത്തിയിട്ടില്ല എന്നറിഞ്ഞ ബിയാന്റെ വാപ്പ വല്ലാതെ പരിഭ്രമത്തിലായിരുന്നു. സഹായത്തിനായി അദ്ദേഹം പോലീസിനെ പോലും വിളിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കിനാനുമായി കാർലി എത്തുന്നത്. കിനാൻ അസ്വസ്ഥയായി കാണപ്പെട്ടിരുന്നു. കാർലി മുമ്പോട്ട് വന്ന് ബിയാന്റെ വാപ്പയോട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം തങ്ങൾ ഡിന്നറിന് മീറ്റ് ചെയ്തെന്നും പിരിഞ്ഞ ശേഷം ആരോ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും കൃത്യസമയത്ത് താനവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ പറ്റി എന്നും കാർലി പറഞ്ഞു. ഒരുപക്ഷെ താങ്കൾക്ക് ബിസിനസ് ശത്രുക്കൾ ഉണ്ടോ എന്നും അവരാവാൻ സാധ്യതയുണ്ട് എന്നും കാർലി പറയുന്നുണ്ടായിരുന്നു. കിനാനും അത് സമ്മതിച്ച് തലകുലുക്കി. പിന്നാലെയായിരുന്നു ബിയാന്റെ വാപ്പ മാളിൽ വെച്ച് തന്നെ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം കണ്ട കാര്യം അവൻ അദ്ദേഹത്തോട് തന്നെ സംസാരിക്കുന്നത്. അത് തന്റെ കസിനാണെന്നും അങ്ങനെ എപ്പോഴും കാണുന്നവരല്ല ഞങ്ങളെന്നും അന്ന് അവൾ ഇവിടെ വന്നപ്പോ ഒന്നിച്ച് പുറത്തു പോയതാ എന്നും അവൻ വ്യക്തമാക്കി. പിന്നെ കാണാം, അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് കാർലി അവിടെ നിന്ന് പോന്നു. ആ സമയമാണ് ബിയാന്റെ ഉമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ട് വന്ന ബിയാന്റെ ഉമ്മ അൽദിയുടെ മരണവാർത്ത അവരെ അറിയിച്ചു. വൈകാതെ അൽദിയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മൃതശരീരം പ്രദർശനത്തിന് വെച്ചപ്പോ അങ്ങോട്ടേക്ക് താരി എത്തുന്നുണ്ടായിരുന്നു. മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാറയിരുന്നു. സാറയെ ആശ്വസിപ്പിക്കാൻ താരി ശ്രമിച്ചു. പക്ഷേ സാറ തന്നെ സ്വയം കുറ്റപ്പെടുത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറയുടെ അടുത്തേക്ക് സാറയുടെ വാപ്പ വരുന്നത്. താരി സാറയുടെ വാപ്പയെ അന്നായിരുന്നു ആദ്യമായി കാണുന്നതും. വളരെ ഗൗരവത്തിലായിരുന്നു സാറയുടെ വാപ്പ. നിന്നെ സഹായിക്കാൻ സെൽമ ഇവിടെ നിർത്തിയിട്ട് പോകുന്നുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സാറയുടെ വാപ്പ അവിടെ നിന്ന് പോയി. സെൽമ സാറയുടെ അനിയത്തിയാണ്. അധികം വൈകാതെ തന്നെ അൽദിയുടെ കബറടക്കം നടന്നു. കബറിലേക്ക് അൽദിയുടെ മൃതശരീരം ഇറക്കി വെക്കുവാൻ ബിയാനും കൂടിയിരുന്നു. ആ ഒരു നിമിഷം അൽദി അവസാനമായി അവനോട് പറഞ്ഞ വാക്കുകളായിരുന്നു അവന്റെ ഉള്ളിൽ അലയടിച്ചത്. സാറയെ നീ സംരക്ഷിക്കില്ലേ, സാറയെ സംരക്ഷിക്കണം എന്ന വാക്കുകൾ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അന്ന് വീട്ടിലെത്തിയപ്പോ ബിയാൻ അൽദിയുടെ ഫോട്ടോയും നോക്കി ദുഃഖിച്ചിരിക്കുകയായിരുന്നു. വളരെ ചെറുപ്പത്തിലെ അവൻ പോയി എന്ന് ബിയാൻ പറഞ്ഞപ്പോ താരി പറഞ്ഞു, ബിയാൻ, നിനക്ക് കിട്ടിയ സമയത്തെ പറ്റി ഓർത്ത് നീ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുക. അവന്റെ സമയം കഴിഞ്ഞു, അതാണ് അവൻ പോയത്. സാറയുടെ കാര്യം ആലോചിച്ചാല അവൾ വീണ്ടും ഒറ്റയ്ക്കായി. അവൾക്ക് എന്തുമാത്രം വേദനയുണ്ടാകും. അതെ, അവൾക്ക് വേദനയുണ്ടാകും. പക്ഷെ കുഴപ്പമില്ല, വൈകാതെ ഓക്കെയാവും. അവൾ മറ്റൊരാളെ കണ്ടെത്തിക്കോളും. എന്താ നീ ഈ പറയുന്നേ? വേറൊരാളെ കണ്ടെത്തുമെന്നോ? അൽദി ഇപ്പൊ മരിച്ചേയുള്ളൂ. അപ്പോഴേക്കും നിനക്കെങ്ങനെ ഇത് പറയാൻ പറ്റുന്നു? എന്താ ബിയാൻ, നിനക്ക് അവളെ സംരക്ഷിക്കണമെന്നുണ്ടോ? എന്താ നീ ഉദ്ദേശിച്ചേ? അല്ല, അവളിപ്പോ സിംഗിൾ ആണല്ലോ. എന്താ താരി ഈ പറയുന്നേ? അൽദി മരിച്ച് ഏറെ സങ്കടത്തിലാ അവളുള്ളത്. അവൾ ഒറ്റയ്ക്ക, അവളെ സഹായിക്കാൻ ആരുമില്ല. വെറുതെ ഓരോന്ന് പറയില്ലേ ബിയാൻ. അവളുടെ ഫാമിലിയെ ഞാനിന്ന് കണ്ടതാ, അവളുടെ വാപ്പയെയും അനിയത്തിയെയും. അവളെ സഹായിക്കാൻ ആളുകളൊക്കെ ഉണ്ട്. താരി, നിനക്കറിയാനിട്ട് ഓരോന്ന് പറയരുത്. വർഷങ്ങൾക്ക് മുമ്പേ അവൾ അവളുടെ വീട് വിട്ടിറങ്ങിപ്പോന്നതാണ്. അവളുടെ വാപ്പയ്ക്ക് അവൾ ജക്കാർത്തയിലേക്ക് വരുന്നതോ പഠിക്കുന്നതോ ഇഷ്ടമായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ മറ്റൊരാളെ വിവാഹം കഴിപ്പിക്കാൻ അയാൾ ചിന്തിച്ചിരുന്നു. അതിന്റെ പേരിൽ പഠിക്കാൻ ആഗ്രഹിച്ച് വഴക്കുണ്ടാക്കി അവൾ വീട് വിട്ടിറങ്ങി ജക്കാർത്തയിലേക്ക് പോന്നതാ. പിന്നെ ഇവിടെ പാർട്ട് ടൈം ജോലിയൊക്കെ നോക്കി ട്യൂഷൻ ഫീസ് അടച്ച് വളരെ കഷ്ടപ്പെട്ട് സ്വയം നിന്ന് പഠിക്കുകയായിരുന്നു. അവരൊന്നും അവളെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഇപ്പോ അൽദിയും പോയി. അവൾ വീണ്ടും പൂർണ്ണമായും ഒറ്റയ്ക്കായി. ഓ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ അവളെ പറ്റി അറിയാമല്ലോ അല്ലേ? എന്താ താരി നീ പറഞ്ഞു വരുന്നേ? ഞാൻ നമ്മുടെ വെഡിങ് എഗ്രിമെന്റ് എടുക്കണോ? നിങ്ങൾ എന്നോട് കള്ളം പറയില്ല എന്ന് പറഞ്ഞതല്ലേ? ഞാൻ പറയില്ല താരി. എങ്കി പറ, നിങ്ങൾക്ക് അവളോടൊപ്പം ഉണ്ടാവണമെന്നുണ്ടോ? ബിയാൻ മറുപടി പറഞ്ഞില്ല. നിശബ്ദനായി. താരി അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. മറുവശത്ത് ചടങ്ങുകൾ കഴിഞ്ഞ് സാറ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് സെൽമയുടെ ഒപ്പം എത്തുകയായിരുന്നു. അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു കയറിയതും പഴയ ഓർമ്മകൾ അവളുടെ ഉള്ളിലേക്ക് വന്നു നിറഞ്ഞു. തന്റെ ജീവിതവും കഴിഞ്ഞ കാലവും ഓർത്ത് അവൾ അലറിക്കരഞ്ഞു പോയി. സെൽമ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മറുവശത്ത് കിനാന് തലേന്ന് നടന്ന കാര്യങ്ങളുടെ ചെറിയ ഓർമ്മയുണ്ടായിരുന്നു. കാർലി പറഞ്ഞ പോലായിരുന്നില്ല കാര്യങ്ങൾ. എന്തോ തിന്ന് മയക്കത്തിലായ അവളെ കാറിൽ ഒരു മോട്ടലിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി അവൻ അവളെ എന്തൊക്കെയോ ചെയ്തിരുന്നു. കാർലി അന്ന് വീട്ടിലേക്ക് വന്നപ്പോ കിനാൻ അകലം കാണിക്കാൻ തുടങ്ങി. ആ സമയമാണ് അവൾ ഒന്നുകൂടി ഓർത്തത്. ആ റെസ്റ്റോറന്റിലെ ഷെഫായ വ്യക്തിയും കാർലയും കൂടി ടൈപ്പ് ചെയ്തിട്ടായിരുന്നു മയക്കുമരുന്ന് കലർത്തിയ ഡ്രിങ്ക് അവൾക്ക് കൊടുത്തത്. ഇതേ സമയം മറുവശത്ത് അമിയാകട്ടെ അകുങ് എന്താണ് പെട്ടെന്ന് താറൂഫ് ക്യാൻസൽ ചെയ്തു പോയത് എന്നോർത്ത് ദുഃഖിതയായി ചിന്തിച്ചിരിക്കുകയായിരുന്നു. കൃത്യം ആ സമയം വീട്ടിൽ നിന്ന് വാപ്പയുടെ കോൾ വന്നു. അവളെ മാരേജ് പ്രപ്പോസൽ ചെയ്യുവാൻ അകുങ്ങും കുടുംബവും വീട്ടിലെത്തിയിട്ടുണ്ട് എന്നായിരുന്നു അത്. അമിക്ക് അത് തെല്ല അതിശയമായി തോന്നി. അമി വേഗത്തിൽ വാപ്പ പറഞ്ഞതിൻ പ്രകാരം വീട്ടിലേക്ക് വന്നു. ഇതേ സമയം മറുവശത്ത് താരി റഫയെ തന്റെ പുതിയ കോഫി ഷോപ്പിന്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് നേരിട്ട് കാണുകയായിരുന്നു. റഫയുടെ കോഫി ഷോപ്പിലേക്കായിരുന്നു അവർ പോയത്. അവിടുത്തെ ആംബിയൻസും
ചുറ്റുപാടുകളും മുഴുവൻ താരിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അൽദി പെട്ടെന്ന് മരണപഠന വാർത്തയെപ്പറ്റി അവർ സംസാരിച്ചു തുടങ്ങി. പിന്നാലെ റഫ പറഞ്ഞു, താരി, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. റഫ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് താരിക്ക് മുൻകൂട്ടി അറിയുന്ന പോലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താരി തനിക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ നോക്കി. പിന്നാലെ റഫ പറഞ്ഞു, നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? താരിയുടെ ഓർമ്മകൾ അവരുടെ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി. ഗ്രാജുവേഷൻ ഡേ അടുക്കുകയായിരുന്നു. എന്റെ ഗ്രാജുവേഷന് നീയും ഉണ്ടാവില്ലേ താരി എന്നെന്ന് റഫ ചോദിച്ചു. എന്റെ ഫാമിലി മുഴുവൻ വരും, നിനക്കവരെ പരിചയപ്പെടാമല്ലോ എന്നും റഫ പറയുന്നുണ്ടായിരുന്നു. താരി മറുപടി പറഞ്ഞില്ലെങ്കിലും അവളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം കാണപ്പെട്ടിരുന്നു. റഫയെ അവൾക്കും ഇഷ്ടമായിരുന്നു എന്നത് വ്യക്തമാക്കുന്നു. കോളേജൊക്കെ കഴിഞ്ഞ ഞാൻ നേരെ നിന്റെ വീട്ടിൽ വരും, നിന്നെ വിവാഹം ആലോചിക്കും. റഫ അത് പറഞ്ഞത് കേട്ടതും താരി തിരിഞ്ഞ് അവനെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് തിരികെയെത്തിയ താരി റഫയോട് സംസാരിക്കാൻ തുടങ്ങി. ഞാനെന്തിനാ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നേ? നീ അതിനെന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് താരി അവിടെ നിന്ന് പോന്നു. മറുവശത്ത് അമ്മി വീട്ടിലെത്തി. അമ്മയും വാപ്പയും അടുത്തടുത്തിരുന്നു. അകുങ്ങിന്റെ വാപ്പയും കൂടിയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഭാര്യയ്ക്കും അമ്മയെ കാണാൻ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവളൊരു ട്രിപ്പിൽ പോയിരിക്കുക എന്ന മട്ടിൽ അകുങ്ങിന്റെ വാപ്പ സംസാരിച്ചു. വിവാഹാലോചന മുമ്പോട്ട് പോകുമ്പോ അകുങ്ങിന്റെ മുഖം മാത്രം വല്ലാതിരിക്കുന്നത് അമ്മ ശ്രദ്ധിച്ചിരുന്നു. അകുങ്ങ് വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പോലെ. അതുകൊണ്ട് തന്നെ അകുങ്ങുമായി അമ്മി ഒന്ന് മാറി നിന്ന് സംസാരിച്ചു. എന്താ അകുങ് നീ കാണിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരത്തെ നീ വേണ്ടാന്ന് പറഞ്ഞു, ഇപ്പതേ വീട്ടിൽ കല്യാണാലോചനയുമായി വന്നിരിക്കുന്നു. ഞാനാകെ കൺഫ്യൂസ്ഡ് ആണ്. സോറി അമ്മി, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഇനിയും എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. അമ്മയെ ഒന്ന് ചിന്തിച്ചു. പിന്നെ കുഴപ്പമില്ല എന്ന മട്ടിൽ തലകുലുക്കി. അന്ന് രാത്രിയിൽ ബിയാൻ താരിക്ക് ഫോൺ ചെയ്തു. താൻ കുറച്ച് വൈകും, കുറച്ച് ജോലി സംബന്ധമായ മീറ്റിംഗ് ഉണ്ട് എന്നായിരുന്നു അവൻ അവളോട് പറഞ്ഞത്. കുഴപ്പമില്ല, പക്ഷെ രാത്രി ഞാൻ ഫുഡ് ചൂടാക്കൂല, ഫുഡ് കഴിച്ചിട്ട് പോരെ എന്നവൾ പറയുകയും ചെയ്തു. ബിയാനും ഓക്കെ പറഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ബിയാനപ്പോ ആശുപത്രിയിലായിരുന്നു. സാറയെ കാണിക്കുവാൻ സൽമയ്ക്കൊപ്പം ആശുപത്രിയിൽ എത്തിയതായിരുന്നു അവൻ. സാറയെ പിക്ക് ചെയ്ത് അവിടെ നിന്ന് അവർ പോരാൻ തുടങ്ങി. പോരുന്ന വഴിയിൽ അവർ ഗ്രോസറി ഷോപ്പിങ്ങിനും കയറി. അന്ന് അവിടെ വെച്ച് സംസാരിക്കുമ്പോ എന്ത് സഹായത്തിനും വിളിച്ചാൽ മതി എന്ന് ബിയാൻ അവരോട് പറയുന്നുമുണ്ട്. രാത്രി വൈകിയായിരുന്നു ബിയാൻ വീട്ടിലെത്തിയത്. താരി ഉറങ്ങിയിരുന്നില്ല. ബിയാന്റെ വിശേഷങ്ങൾ താരി തിരക്കി. എവിടെ നിന്നാ ഭക്ഷണം കഴിച്ചത് എന്നൊക്കെ ചോദിച്ചു. ബിയാന് താരിയോട് കളവ് പറയേണ്ടി വന്നു. അതിൽ ബിയാന് തല്ല അസ്വസ്ഥതയും തോന്നിയിരുന്നു. പക്ഷേ സാറയുടെ കാര്യം പറഞ്ഞ അവൾ പരിഭവിക്കുമോ എന്ന് ഭയന്നായിരുന്നു ബിയാൻ അത് പറയാതിരുന്നത്. രാത്രിയിൽ ഉറങ്ങുകയായിരുന്ന സാറയ്ക്ക് ആക്സിഡന്റിന്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ഓരോ തവണയും പാനിക് അറ്റാക്ക് വന്ന് ഞെട്ടി എഴുന്നേറ്റവൾ പൊട്ടി കരഞ്ഞു. സൽമ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അടുത്ത ദിവസം താരി പുതുതായി തുടങ്ങാൻ പോകുന്ന കോഫി ഷോപ്പിന് പറ്റിയ കെട്ടിടവും ഏരിയയുമൊക്കെ നോക്കുവാൻ വേണ്ടി അമ്മയും താരിയും ഒരിടത്ത് പോയിരുന്നു. ആ സമയമാണ് അമ്മി അകുങ് തന്നെ വിവാഹം പ്രപ്പോസ് ചെയ്തത് എന്ന കാര്യം അവളോട് പറയുന്നത്. മുഴുവൻ കാര്യങ്ങളും കേട്ട് താരിക്ക് അതിൽ അതിശയം തോന്നിയിരുന്നു. ആദ്യം താറൂഫ് ക്യാൻസൽ ചെയ്യുക, പിന്നെ വിവാഹം വേണമെന്ന് പറയുക. അതിനെപ്പറ്റി സംസാരിച്ച് അവർ അന്ന് ചിരിക്കുക പോലും ചെയ്തു. അമ്മയ്ക്ക് പോയിട്ട് ധൃതിയുള്ളത് കൊണ്ട് അമ്മി അവിടെ നിന്ന് പോയി. പിന്നാലെ താരി അകത്തേക്ക് കയറി ചെന്നു. റഫ അവിടെ എസ്റ്റിമേറ്റും മറ്റും എടുക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത ഇടമാണെന്നും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുകൂടി കൺസൾട്ടന്റായ റഫ താരിയോട് പറഞ്ഞു. പിന്നാലെ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നുറപ്പുവരുത്തിയ റഫ താരിയോട് സംസാരിക്കാൻ തുടങ്ങി. മുമ്പ് ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് പരിഹാരം ചെയ്യണമെന്നുണ്ട്. നീ ക്ഷമ ചോദിക്കൊന്നും വേണ്ട, അതിനുള്ള തെറ്റൊന്നും നീ ചെയ്തിട്ടുമില്ല. താരിയുടെ മറുപടിയും വന്നു. താരി, അങ്ങനല്ല, ഞാൻ തെറ്റുകൾ ചെയ്തു. റഫ അത് പറഞ്ഞതും താരിയുടെ ഓർമ്മകൾ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി. അമ്മി ഓടി വന്ന് പറഞ്ഞപ്പോഴായിരുന്നു താരി അന്ന് അത് അറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ അവൻ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് റഫ പോസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കും എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഒന്നും പറയാതെ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നത്. താരിയെ അന്നതേറെ വിഷമിപ്പിച്ചിരുന്നു. റഫ പറയുന്നത് കേട്ട് താരി ഓർമ്മയിൽ നിന്നും മടങ്ങിയെത്തി. എന്റെ പാരന്റ്സിന് ഞാൻ വിദേശത്ത് നിന്ന് മാസ്റ്റേഴ്സ് എടുക്കണമെന്നായിരുന്നു. അവർ നിർബന്ധിച്ചപ്പോ ഞാൻ അങ്ങനെ പോയതാണ്. പക്ഷേ നിന്നോട് പറഞ്ഞിട്ട് പോവാൻ എനിക്ക് സാധിച്ചില്ല. അതാണ് ഞാൻ നിന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിന്നെ ഉപേക്ഷിച്ച് ഞാൻ കടന്നു കളഞ്ഞ പോലായി. എന്റെ തെറ്റുകളെ ഞാൻ ന്യായീകരിക്കുവല്ല. എന്നോട് നീ ക്ഷമിക്കണം. എന്നെങ്കിലും നിനക്കതിന് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമാണ്. വെറുതെ അതൊക്കെ പൊക്കിയെടുത്തു കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനല്ല താരി, ഞാൻ തിരികെ വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്റെ ബിസിനസ് ഒക്കെ തുടങ്ങി സെറ്റിലായി ഞാൻ തിരികെ എത്താൻ ശ്രമിച്ചു. പക്ഷേ സമയം അപ്പോഴേക്കും റഫയുടെ വാക്കുകൾ മുറിഞ്ഞു. കാര്യങ്ങൾ വൈകിപ്പിച്ചതാണ് എന്റെ പേരിലുള്ള തെറ്റ്. അന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ നിന്റെ വല്ലുപ്പയെയും വല്ലുമ്മയെയും കണ്ടിരുന്നെങ്കിൽ റഫ അത്രയും പറഞ്ഞപ്പോഴേക്കും
അപ്പോഴേക്കും താരി തൊണ്ടയനക്കി കേൾക്കാൻ താല്പര്യമില്ല എന്ന ഭാവം പ്രകടിപ്പിച്ചു. പിന്നാലെ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് താരി പറഞ്ഞു. നമ്മൾ തമ്മില് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നവൻ ചോദിച്ചപ്പോ ഇല്ലെന്ന് താരി ഉറപ്പു പറയുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ പതിവ് പോലെ ബിയാൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ താരി അവന്റെ അടുത്ത് ഓടിയെത്തി ലഞ്ചൊക്കെ കൊടുത്തു. ആ സമയം കഴിയുമെങ്കിൽ ഉച്ചക്ക് 12 മണിക്ക് ഷോപ്പിലൊന്ന് വരാമോ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ അന്ന് തുടങ്ങുക എന്ന തരത്തിൽ ബിയാൻ അടുക്കൽ താരി ചോദിച്ചു. താൻ വരാമെന്ന് ബിയാൻ മറുപടിയും പറഞ്ഞു. പറഞ്ഞ പോലെ ഉച്ചക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുവാൻ ബിയാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിച്ച് താരിയുടെ ഫോൺ കോളും ബിയാനെ തേടിയെത്തി. ഞാൻ വരുന്നുണ്ട് എന്ന് ബിയാൻ ചിരിയോടെ പറഞ്ഞു. താരിക്കും വലിയ സന്തോഷം തോന്നിയിരുന്നു. അമ്മി വന്ന് താരിക്കടുത്ത് ചോദിച്ചു, താരി ബിയാൻ വരുന്നില്ലേ? വരുന്നുണ്ടെന്നാ പറഞ്ഞേ. വരുന്നുണ്ടെന്നോ? അങ്ങനെ പറഞ്ഞ അയാള് ജോലിയിലാണെന്ന അർത്ഥം. ഒന്നുകൂടി ചോദിച്ച് അമ്മി അതും പറഞ്ഞു മാറി. താരി ചിരിയോടെ തലകുലുക്കി. ബിയാൻ ശേഷം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് സെൽമയുടെ ഫോൺ കോൾ വരുന്നത്. സാറയ്ക്കെന്ന് ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നും അവളുടെ പ്ലാസ്റ്റർ ഇന്നെടുക്കുമെന്നും അറിയിക്കാനായിരുന്നു സെൽമ വിളിച്ചത്. കൊണ്ടുപോവാൻ വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ടാക്സി പിടിച്ചോളാം എന്നും സെൽമ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട, താൻ വന്നോളാം എന്ന് ബിയാൻ പറഞ്ഞു. താരിക്ക് അടുത്തു പോകണോ സാറയെ സഹായിക്കണോ എന്നതിൽ ബിയാൻ ആദ്യം കൺഫ്യൂസ്ഡ് ആയി. പിന്നാലെ താരിക്ക് മെസ്സേജ് അയച്ചു. അത്യാവശ്യമായി ജോലി സംബന്ധമായ കാര്യം വന്നതുകൊണ്ട് വരാൻ പറ്റില്ലെന്നായിരുന്നു അത് കണ്ടതും താരി അല്പം സങ്കടത്തിലായി. അമ്മി പറഞ്ഞു, ആണുങ്ങളതാ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അവർ ഓഫീസിലാണെന്ന അർത്ഥം ഇപ്പൊ മനസ്സിലായില്ലേ? മറുവശത്ത് സാറയുമായി ബിയാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവളുടെ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു. ബില്ലടയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പോ ബിയാന് ഉമ്മയുടെ കോൾ വന്നു. മാറി നിന്ന് കോൾ എടുത്ത് ബിയാൻ സംസാരിക്കാൻ തുടങ്ങി. വാപ്പയുടെ കമ്പനിയെ പറ്റിയായിരുന്നു ഉമ്മ ബിയാനോട് സംസാരിച്ചത്. വാപ്പയുടെ കാലശേഷം കമ്പനി നീ നോക്കി നടത്തണമെന്നാണ്. അദ്ദേഹം റിട്ടയർമെന്റ് എടുത്താലോ എന്ന് ആലോചിക്കുന്നു. അതിന് വാപ്പയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഉമ്മ? ബിയാൻ ചോദിച്ചു. കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഞാൻ മരണപ്പെട്ടാലും എന്റെ മോനും അവന്റെ ഉപ്പയും ഏറെ സ്നേഹത്തോടെ ജീവിക്കണം എന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. അതുകൊണ്ടാ ഞാനിതൊക്കെ വിളിച്ച് നിന്നോട് സംസാരിക്കുന്നതും. ഉമ്മ വിഷമിക്കണ്ട, ഞാൻ ഇതിനെപ്പറ്റി വാപ്പയോട് സംസാരിക്കാം. അതും പറഞ്ഞ് ബിയാൻ ഫോൺ കട്ട് ചെയ്തു. ഇതേ സമയം ഹോസ്പിറ്റലിൽ സാറയ്ക്കടുത്തെത്തി അങ്ങോട്ടേക്ക് എത്തിയിരുന്ന റഫ സംസാരിക്കുന്നുണ്ടായിരുന്നു. റഫയും ബിയാനും അവിടെ വെച്ച് നേരിൽ കാണുകയും ചെയ്തു. റഫ പോയപ്പോ അവനെ നിനക്കറിയുമോ എന്ന് ബിയാൻ സാറയോട് ചോദിച്ചു. അൽദിയുടെ സുഹൃത്താണ്, ഫ്യൂണറൽ ചടങ്ങിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് സാറ മറുപടി പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് റഫ നേരെ പോയത് ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന താരിയുടെ ഷോപ്പിലേക്കായിരുന്നു. അവിടെ വെച്ച് താരിയെ കണ്ട് സംസാരിക്കുമ്പോ ഹോസ്പിറ്റലിൽ വെച്ച് ബിയാനെ കണ്ട കാര്യം റഫ താരിയോട് പറഞ്ഞു. താരിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ നല്ലൊരാളാ, സാറയെ സഹായിക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് റഫ പറഞ്ഞത് കേട്ടതും താരി വല്ലാതായി. അവളുടെ മുഖം തന്നെ മാറിയിരുന്നു. അന്ന് രാത്രിയിൽ കിനാനും കാർലിയും ഭക്ഷണം കഴിക്കാൻ പുറത്ത് റെസ്റ്റോറന്റിൽ പോയിരിക്കുകയായിരുന്നു. കാർലി ശരിയല്ല എന്ന് തോന്നിയ കിനാൻ കാർലിയോട് ബ്രേക്കപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഓ അങ്ങനാണോ എന്ന് ചോദിച്ച കാർലി തന്റെ ഫോണിൽ അന്ന് മയക്കുമരുന്ന് കൊടുത്ത് അവളെ കൊണ്ടുപോയി പീഡിപ്പിച്ചതൊക്കെ വീഡിയോയിൽ പകർത്തിയിരുന്നത് അവളെ തന്നെ അവൻ കാണിച്ചു കൊടുത്തു. ഞെട്ടലോടെയായിരുന്നു കിനാൻ അതൊക്കെ നോക്കിക്കണ്ടത്. ബ്രേക്കപ്പ് ഒന്നും നടക്കില്ലെന്നും നീ എന്റേതാണ് എന്നും കാർലി പറയുകയും ചെയ്തു അവന്റെ മുഖത്ത്. പക്ഷെ അപ്പോഴും ക്രൂരഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചിരിയോടെയായിരുന്നു അവൻ അതൊക്കെ അവളോട് സംസാരിച്ചതും. കിനാന് എന്തെന്നില്ലാത്തൊരു ഭയം തോന്നുന്നുണ്ടായിരുന്നു. മറുവശത്ത് വീട്ടിലാകട്ടെ താരിയും ബിയാനും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ബിയാൻ ഞാൻ കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി. താരി തന്റെ ഭക്ഷണം കഴിക്കൽ തുടർന്നു. ആ സമയം സാറയുടെ മെസ്സേജ് ബിയാന്റെ ഫോണിലേക്ക് വരുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റർ വെട്ടിയപ്പോ കാലിനിപ്പോ സുഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത്. മെസ്സേജ് സൗണ്ട് താരി കേട്ടു. വീണ്ടും 2 മെസ്സേജുകൾ കൂടി വന്നതോടെ താരി അതൊന്നുകൂടി ശ്രദ്ധിച്ചു. അതെന്താണെന്ന് നോക്കണം എന്ന് അവൾക്ക് തോന്നി. എഴുന്നേറ്റ താരി ബിയാൻ മുകളിലേക്ക് പോയെന്ന് ഉറപ്പുവരുത്തി ബിയാന്റെ ഫോൺ എടുത്തു. സാറയുടെ മെസ്സേജ് താരി അതിൽ നോക്കി കണ്ടുകൊണ്ട് നിൽക്കെ ബിയാൻ താഴേക്ക് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോ ഷാമ്പു വാങ്ങിയായിരുന്നോ എന്ന് ചോദിച്ചിറങ്ങി വന്നു. നീ എന്റെ ഫോൺ നോക്കുവാണോ എന്ന് ചോദിച്ച് താരി അങ്ങനെ നിൽക്കുന്ന കണ്ടതും ബിയാൻ ഗൗരവത്തിൽ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും സാറയുടെ മെസ്സേജുകൾ കണ്ട് താരി വല്ലാതെ ക്ഷുഭിതയായി കഴിഞ്ഞിരുന്നു. നിങ്ങൾ സാറയെ കാണാൻ പോവാറുണ്ടോ എന്ന് താരി അവനോട് ചോദിച്ചു. ആ ദൃശ്യങ്ങളോടെ 8ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.